Hey all, welcome to day 6 of learning the Hindu vocab. So നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് SACROSANCT. നിങ്ങൾ ഒരു കാര്യം ക്ഷമിക്കുക, ഇവിടെ ഒരു സി മിസ്സിംഗ് ആണ്, അപ്പോൾ സി കൂടെ ആഡ് ചെയ്യുക. SACROSANCT എന്താ പ്രൊനൗൺസിയേഷൻ എന്ന് നോക്കാം. സാക്രോസാങ്ക്ട്. സാക്രോസാങ്ക്ട് എന്താണ്? സാക്രോസാങ്ക്ട്. ഒന്ന് പറഞ്ഞു നോക്കിയേ. സാക്രോസാങ്ക്ട്. ക്ലിയർ അല്ലേ? നമുക്കിനി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. സാക്രോസാങ്ക്ട് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്, അതായത് പവിത്രമായ അല്ലെങ്കിൽ ലംഘിക്കാനാവാത്ത എന്നൊക്കെ പറയില്ല. അതായത് ദാറ്റ് ഈസ് ഇറ്റ്സ് വെരി പ്രഷ്യസ് എന്നുള്ളൊരു മീനിങ് ആണ് സാക്രോസാങ്ക്ട് എന്നുള്ള വേർഡ്. ഓക്കെ, അപ്പോൾ പ്രൊനൗൺസിയേഷൻ എന്താണ്? സാക്രോസാങ്ക്ട്, മീനിങ് പവിത്രമായ, ലംഘിക്കാനാവാത്ത. നമുക്കിനി സെൻറ്റൻസ് നോക്കാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ഈസ് സാക്രോസാങ്ക്ട് ഇൻ എ ഡെമോക്രസി. അതായത് ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ലംഘിക്കാനാവാത്ത ഒരു അവകാശമാണ്. ഇവിടെ ആ ലംഘിക്കാനാവാത്ത എന്നുള്ളതാണ് സാക്രോസാങ്ക്ട് എന്നുള്ള വേർഡിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ വേർഡ് എന്ന് പറയുന്നത് സാക്രോസാങ്ക്ട്, മീനിങ് പവിത്രമായ അല്ലെങ്കിൽ ലംഘിക്കാനാവാത്ത. എക്സാമ്പിൾ, ഫ്രീഡം ഓഫ് സ്പീച്ച് ഈസ് സാക്രോസാങ്ക്ട് ഇൻ എ ഡെമോക്രസി. അതായത് ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ലംഘിക്കാനാവാത്ത ഒരു അവകാശമാണ്. ക്ലിയർ അല്ലേ ഈ മീനിങ്, ഈ വേർഡ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. PLUNDER എന്താണ്? പ്ലണ്ടർ. എന്താണ്? പ്ലണ്ടർ. ഓക്കെ, മീനിങ് എന്താണെന്ന് നോക്കാം. പ്ലണ്ടർ എന്ന് പറഞ്ഞാൽ ടു സ്റ്റീൽ ഗുഡ്സ് ഓർ റോബ്, അതായത് കൊള്ളയടിക്കുക. സിമ്പിൾ മീനിങ് ആണ്. പ്ലണ്ടർ മീൻസ് ടു സ്റ്റീൽ ഗുഡ്സ് അല്ലെങ്കിൽ റോബ് അല്ലെങ്കിൽ കൊള്ളയടിക്കുക. ഓക്കെ, സെൻറ്റൻസ് നോക്കാം. ദി ഇൻവേഡിങ് ആർമി പ്ലണ്ടേർഡ് ദ സിറ്റി. എന്താണ്? അക്രമ സൈന്യം നഗരം കൊള്ളയടിച്ചു. വെരി സിമ്പിൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡൊന്നും അല്ല. പ്ലണ്ടർ മീൻസ് കൊള്ളയടിക്കുക. എക്സാമ്പിൾ, ദ ഇൻവേഡിങ് ആർമി പ്ലണ്ടേർഡ് ദ സിറ്റി. ആക്രമണ സൈന്യം നഗരം കൊള്ളയടിച്ചു. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. PUNITIVE. പ്രൊനൗൺസ് ചെയ്ത് നോക്കിയേ എന്തായിരിക്കും എന്നുള്ളത്. പ്രൊനൗൺസ് ചെയ്തോ? ഓക്കെ, നമുക്കിനി എന്താണെന്ന് നോക്കാം. പ്യൂനറ്റീവ്. പ്യൂനറ്റീവ്. പ്യൂനറ്റീവ് എന്താണ്? പ്യൂനറ്റീവ്. പ്യൂനറ്റീവ് എന്നുള്ളതാണ് ഈ വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, സിമ്പിളാണ്. നമുക്കിനി അപ്പോൾ പ്രൊനൗൺസിയേഷൻ എന്താണെന്നുള്ളത് നോക്കാം. പ്രൊനൗൺസിയേഷൻ അല്ല, മീനിങ് നോക്കാം. ഡിസൈൻ ടു പണിഷ് സംവൺ ഫോർ റോങ് ഡൂയിങ് ഓർ പണിഷിങ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ശിക്ഷാർഹമായ എന്ന് പറയും. പ്യൂനിറ്റീവ് എന്ന് പറഞ്ഞാൽ ശിക്ഷാർഹമായ. ഓക്കെ, അപ്പോൾ നമുക്കിനി സെൻറ്റൻസ് എക്സാമ്പിളിലേക്ക് പോവാം. ദി ഗവൺമെൻറ് ഇമ്പോസ്ഡ് പ്യൂനിറ്റീവ് സാങ്ഷൻസ് ഓൺ ദി വയലേറ്റേഴ്സ്. അതായത് ലംഘകരിൽ സർക്കാർ ശിക്ഷാർഹമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇവിടെ ശിക്ഷാർഹമായ എന്നുള്ളതാണ് പ്യൂനിറ്റീവ് എന്നുള്ള വേർഡിന് മീനിങ് ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. MINUSCULE. ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കും എന്ന്? MINUSCULE. പ്രൊനൗൺസിയേഷൻ നോക്കാം. ഓക്കെ, പ്രൊനൗൺസിയേഷൻ നോക്കാം. മൈനസ്ക്യൂൾ. മൈനസ്ക്യൂൾ എന്താണ്? മൈനസ്ക്യൂൾ. മൈനസ്ക്യൂൾ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. മൈനസ്ക്യൂൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി സ്മോൾ ഓർ ടൈനി, അതായത് വളരെ ചെറുതായ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് മൈനസ്ക്യൂൾ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ്. നമുക്കിനി ഇതൊരു സെൻറ്റൻസ് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ദി ചാൻസസ് ഓഫ് വിന്നിങ് ദ ലോട്ടറി ആർ മൈനസ്ക്യൂൾ. അതായത് ലോട്ടറി അടിക്കാനുള്ള സാധ്യത വളരെ ചെറുതാണ്. ഇവിടെ ആ വളരെ ചെറുതാണ് എന്നുള്ളതാണ് മൈനസ്ക്യൂൾ എന്നുള്ള വേർഡിൻ്റെ മീനിങ് വരുന്നത്. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. ലാസ്റ്റ് വേർഡാണ്. ഇത് പ്രൊനൗൺസ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. സ്വാഷ് ബക്ലിംഗ്. എന്താണ്? സ്വാഷ് ബക്ലിംഗ്. സ്വാഷ് ബക്ലിംഗ്. ഇത് ഇന്നലെ ഹിന്ദുവിൽ 2 സ്ഥലത്ത് കണ്ടൊരു ക്യാബാണ് സ്വാഷ് ബക്ലിംഗ്. ഓക്കെ, മീനിങ് എന്താണെന്ന് നോക്കാം. സ്വാഷ് ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ ബ്രേവ് ഓർ ഡെയറിങ്, അതായത് ധീരമായ, സാഹസികമായ എന്നൊക്കെ പറയില്ലേ, അതാണ് സ്വാഷ് ബക്ലിംഗ്. എക്സാമ്പിൾ നോക്കാം. The novel tells the story of a swashbuckling hero who fights injustice. അതായത് അനീതിക്കെതിരെ പോരാടുന്ന ഒരു സാഹസിക നായകൻ്റെ കഥയാണ് ആ നോവൽ പറയുന്നത്.
ഇവിടെ ആ ഒരു സാഹസിക നായകൻ എന്നുള്ളതാണ് സ്വാഷ് ബക്ലിംഗ് എന്നുള്ളതിൻ്റെ മീനിങ്. നായകനല്ല, സാഹസികം എന്നുള്ളതിൻ്റെ മീനിങ് ആണ് സ്വാഷ് ബക്ലിംഗ് എന്ന് പറയുന്നത്. ഇന്ന് കുറേ മിസ്റ്റേക്സ് ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്, നിങ്ങളതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. എന്നെ കിളി കുറച്ച് പോയിരിക്കുവാണ്. അപ്പോൾ ഇന്ന് ഇത്രയും വേർഡ്സാണ് നമ്മൾ പഠിച്ചത്. സാക്രോസാങ്, പ്ലണ്ടർ, പ്യൂനിറ്റീവ്, മൈനസ്ക്യൂൾ ആൻഡ് സ്വാഷ് ബക്ലിംഗ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, സോ ദാറ്റ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഈ വേർഡ്സ് അല്ലാണ്ട് വേറെ എന്താണ് വേണ്ടത്, ഫോർ എക്സാമ്പിൾ സിനോണിംസ്, ആൻറ്റണിംസ്, അല്ലെങ്കിൽ ഹിന്ദുവിൽ തന്നെയുള്ള ലീഗൽ വൊക്കാബ്സോ അതിനെക്കുറിച്ചൊക്കെയാണോ എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊന്ന് കോമെൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.